നിയന്ത്രണം വിട്ട് സിമന്റ് ലോറി പാഞ്ഞുകയറി 4 വിദ്യാർത്ഥികൾ മരിച്ച പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് വീണ്ടും തുറക്കുന്നു. സ്കൂളിൽ ഇപ്പോൾ അനുശോചന യോഗം നടക്കുകയാണ്. കുട്ടികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകാനും തീരുമാനമുണ്ട്. ആവശ്യമുള്ളവർക്ക് നിഖിൽ പ്രമേഷ് പാലക്കാട് അല്പസമയത്തിനകം ചേരും. നഷ്ടപ്പെട്ടുപോയ ആ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന സ്കൂളിൽ നിഖിൽ പ്രമേഷ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ നിഖിൽ, സ്കൂളിൽ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ഈ സ്കൂൾ അതിനുശേഷം ആദ്യമായി തുറക്കുന്ന ദിവസമാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമേന്ദ്ര മാഷ്. തീർച്ചയായിട്ടും സ്കെയിൻ, വളരെ ദുഃഖപൂർണമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ വിദ്യാലയം ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വേദന നിറഞ്ഞ ഒരു ദിവസം എന്നായിരിക്കും ഈ ദിവസത്തെ വിലയിരുത്തുക. ഇപ്പോൾ ഒരു അനുശോചന യോഗം ഈ സ്കൂളിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ സ്കൂൾ ആരംഭിച്ചത് തന്നെ ഈ അനുശോചന യോഗത്തിലാണ്. ഈ സ്കൂളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള 4 കുരുന്നുകളെ ഓർത്തെടുക്കുകയാണ് ഈ വിദ്യാലയം. ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഈ സ്കൂളിലുണ്ടായിരുന്ന 4 കുട്ടികൾ ഇന്നിപ്പോൾ സ്കൂൾ പുനരാരംഭിക്കുമ്പോൾ, ക്ലാസ് പുനരാരംഭിക്കുമ്പോൾ ആ ക്ലാസ്സുകളിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും വേദന നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. ആ കുട്ടികളെ അനുസ്മരിച്ചുകൊണ്ട് ഈ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ള 4 കുഞ്ഞുങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇവിടെയുള്ള കുട്ടികൾക്ക് വലിയ ആഘാതമാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്കൊപ്പം കളിച്ചും ചിരിച്ചും നടന്നിരുന്ന 4 കുട്ടികളുടെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട 4 ശിഷ്യകളെയാണ് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് അടക്കി പിടിച്ചുകൊണ്ടാണ് അവർ ഇന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനിയും തുടർന്ന് സംസാരിക്കുന്ന ആളുകൾ അവർക്ക് ഈ മരണപ്പെട്ടു പോയ കുട്ടികളുമായിട്ട് ആത്മബന്ധമുണ്ടെങ്കിൽ പോലും വൈകാരികമായ നിമിഷങ്ങൾ, വൈകാരികമായ അവരുടെ വികാരങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് നിയന്ത്രിക്കണമെന്നും ഈ കുട്ടികളെ ഉത്തേജിപ്പിക്കുന്ന, കരുത്ത് പകരുന്ന വാക്കുകൾ സംസാരിക്കണമെന്നും വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രാമേന്ദ്ര മാഷെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കോമള ചേച്ചി, അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റിജി ജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ, SMC ചെയർമാൻ മുസ്തഫ, സ്കൂൾ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഹൈസ്കൂൾ HM യൂസഫ് പാലയ്ക്കൽ, മറ്റ് പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തിൽ തന്നെ നടുക്കിയ വലിയൊരു അപകടമാണ് നമ്മുടെ പനയമ്പാടത്ത് വെച്ച് ഉണ്ടായത്. നിങ്ങളുടെയൊക്കെ കൂട്ടുകാരികൾ നമ്മെ വേർപിരിഞ്ഞു പോവുകയുണ്ടായി. അതോടനുബന്ധിച്ചുള്ളൊരു അനുശോചന യോഗമാണ് ഇന്ന് ഇവിടെ നമ്മൾ ചേരുന്നത്. നിങ്ങളുടെ കൂടെ പഠിച്ച, നിങ്ങളുടെ സഹപാഠികളായ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരികളാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയത്. അതിൽ നമുക്ക് അഗാധമായ ദുഃഖമുണ്ട്. ഞാൻ ഈ വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായത്. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്. ഞാൻ ഈ മരണപ്പെട്ട 4 കുട്ടികളുടെയും വീടുകളിൽ 3 പ്രാവശ്യം പോയിരുന്നു, പല ആളുകളുടെയും കൂടെ. അവർ രക്ഷിതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ വീട്ടിലും ഇന്നലെ പോവുകയുണ്ടായി. വല്ലാത്തൊരവസ്ഥയാണ് ആ വീടുകളിലൊക്കെ. ദുഃഖമാണ് തളം കെട്ടി നിൽക്കുന്നത്. രക്ഷിതാക്കളൊക്കെ ഇപ്പം നിഖിൽ പ്രമേഷ് കൂടി ചേരുകയാണ്. പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ അനുശോചന യോഗം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 4 കുട്ടികളുടെ മരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ സ്കൂള് ഇന്ന് തുറക്കുന്നത്. നിഖിൽ പ്രമേഷ് വീണ്ടും ചേരുന്നു. നിഖിൽ, പറയൂ. ഈ 4, 3, 7 പേരാണ് സുഹൃത്തുക്കൾ. അവരൊന്നിച്ചൊരു വീട്ടിൽ കൂടി ഇതിൽ നടന്നു വരികയാണ് പതിവ്. അതുപോലെ ഭക്ഷണം. ഇപ്പോൾ ഈ അധ്യാപകരിൽ ഒരാൾ കുട്ടികളോട് സംസാരിക്കുകയാണ്. കുട്ടികൾക്കുണ്ടായിട്ടുള്ള മനോവിഷമം, കുട്ടികൾക്കുണ്ടായിട്ടുള്ള മനപ്രയാസം
അത് എല്ലാ അധ്യാപകർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പരമാവധി ആ പ്രയാസത്തിൽ നിന്ന് അവരെ മുക്തരാക്കുക എന്നുള്ളതാണ് സ്കൂളിൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കുട്ടികളെ പരമാവധി ആ വേദനയിൽ നിന്ന്, ആ വേദന ഇനി അവർ ഓർത്തെടുക്കാത്ത തരത്തിൽ, തങ്ങളുടെ സഹപാഠികളെ ഓർക്കുന്നതിനോടൊപ്പം എന്നാൽ ആ വേദന ഓർത്തെടുക്കാത്ത തരത്തിൽ അവരെ കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ് സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ പ്രത്യേകം ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഈ കുട്ടികളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ പ്രത്യേകം മോണിറ്റർ ചെയ്ത് ആ കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു മാസ് കൗൺസിലിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികൾക്ക്, അതായത് ഈ പ്രയാസം വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഒരു കൗൺസിലിംഗ് നൽകുക എന്നുള്ള നിലയിലേക്കാണ് സ്കൂൾ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കുട്ടികൾ പഠിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ നിലവിൽ ഈ അനുശോചന യോഗത്തിന് എത്തിയിട്ടില്ല. അവർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് പരീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ കുട്ടികൾ എത്തിച്ചേരുക. അപ്പോൾ അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അടക്കം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സ്കൂളിനെ അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ സ്കൂളിലേക്ക് എത്തുമ്പോൾ പഴയ ഓർമ്മകൾ, അതായത് തങ്ങൾക്കൊപ്പം ഇരുന്ന സഹപാഠികളുടെ ഓർമ്മകളൊക്കെ അവരെ വലിയ വിഷമത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ അവരെ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ പ്രത്യേകമായി കൗൺസിൽ ചെയ്തായിരിക്കും ഇനി ക്ലാസ്സുകൾ പുനരാരംഭിക്കുക. ഇപ്പോൾ പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്രിസ്തുമസ് അവധിയിലേക്ക് അവർ കടക്കും. ആ സമയത്ത് അവർക്ക് അത് അവധിക്കാലത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ളൊരു വേദനയായി മാറാതിരിക്കാൻ പ്രത്യേകം കുട്ടികളെ ശ്രദ്ധിക്കാനും കൗൺസിലിംഗ് നൽകാനും ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ആ അനുശോചന വിവരങ്ങൾ നൽകിയത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ 4 കുട്ടികൾ മരിച്ച് സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി അവിടെ അനുശോചന യോഗം കൂടുകയാണ്.